ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ അൻകബൂത്തിലെ 35 മുതൽ 37 വരെയുള്ള 3 ആയത്തുകൾ പുതിയ പാഠമായി നമ്മളിന്ന് പാരായണം ചെയ്യുന്നു. ഈ വചനങ്ങളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വലഖദ് തറക്നാ മിൻഹാ, ഇവിടെ വലഖദ് തറക്നാ ഇദ്ഗാമുൽ മുതജാനിസൈൻ എന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇന്റെ ഹർഫാണ്, അത് ശ്രദ്ധിക്കണം. വാവും ലാമും ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്, തർക്കീഖാണ്. എന്നാൽ ഖാഫിന് തഫ്ഖീം, അത് ഇസ്തിഅലാഇന്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടത്. ശേഷം ദാല്, സാക്കിനത്തായ ദാലിനെ പൂർണ്ണമായും തായിലേക്ക് ഇദ്ഗാം ചെയ്യുകയാണ്. ഈ പൂർണ്ണമായ ഇദ്ഗാം സംഭവിക്കുമ്പോഴാണ് ശേഷമുള്ള മുദ്ഗം ഫീഹി ആയ അക്ഷരം, ഏതക്ഷരത്തിലേക്കാണോ ഇദ്ഗാം ചെയ്യുന്നത് ആ അക്ഷരത്തിന് മുകളിൽ ശദ്ദ എഴുതുക. ആദ്യത്തെ അക്ഷരത്തിന്, മുദ്ഗമായ അക്ഷരത്തിന് സുക്കൂൻ തീരെ എഴുതാതെ വിടുക, ഒരക്ഷരവുമില്ലാതെ, ഒരു അടയാളവും നൽകാതെ അങ്ങനെ എഴുതുകയും അടുത്ത അക്ഷരത്തിന് മുകളിൽ ശബ്ദ എഴുതുകയും ചെയ്യുക എന്നത് ഇദ്ഗാം കാമിൽ ആയിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്, നിയമമാണ്. ഇതൊരു അടിസ്ഥാന കാര്യമായി നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഇദ്ഗാമിന്റെ പേരാണ് ഇദ്ഗാമുൽ മുതജാനിസൈനി സഗീർ. ഇദ്ഗാമുൽ മുതജാനിസൈൻ സഗീർ. എന്താണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്നത് വളരെ വിശദമായി ഇൻഷാ അല്ലാഹ് ഇദ്ഗാമിന്റെ സന്ദർഭത്തിൽ, ഇദ്ഗാം എന്ന പാഠഭാഗം നമ്മൾ വായിക്കും, ആ ഭാഗം വിശദീകരിക്കുന്നതാണ്. അവിടെ വെച്ച് വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. മുതജാനിസൈൻ എന്ന് പറഞ്ഞാൽ ഒരേ ജിൻസിൽപ്പെട്ട, ഒരേ ഇനത്തിൽപ്പെട്ട 2 അക്ഷരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ മഖ്റജിൽ നിന്നുള്ളവയോ അല്ലെങ്കിൽ വളരെ അടുത്ത് വന്നിരിക്കുന്ന അക്ഷരങ്ങളോ ആവുക. ഇത് യഥാർത്ഥത്തിൽ ഒരേ മഖ്റജാണ്, ദാലും താഉം ഒരേ മഖ്റജിൽ നിന്നുള്ള 2 അക്ഷരങ്ങളാണ്, എന്നാൽ വ്യത്യസ്തങ്ങളാണ്. അതാണ് മുതജാനിസൈൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവ പല സിഫാത്തുകളിലും ഒരുമിച്ച് വരുന്നുണ്ട്. ചുരുക്കി പറയാം, ഇത് ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തുമാണ് എന്നതുകൊണ്ടാണ് ഇദ്ഗാം സഗീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ഗാം കബീർ എന്നാൽ 2 ഹർഫുകൾക്കും ഹറക്കത്ത് വന്നത് ഇദ്ഗാം ചെയ്യുമ്പോഴാണ്. ആ രീതി അടിസ്ഥാനപരമായി നമ്മുടെ റിവായത്തിൽ ഇല്ലാത്തതാണ്. മറ്റു പല ഖിറാഅത്തുകളിലുമാണ് കബീറായ ഇദ്ഗാം ഉള്ളത്. വളരെ എണ്ണപ്പെട്ട ചില പദങ്ങൾ നമ്മുടെ റിവായത്തിൽ നിന്നല്ല, ഖുർആനിൽ തന്നെ റസ്മ് തന്നെ അങ്ങനെ വന്നതുകൊണ്ട് ചില പദങ്ങൾ അങ്ങനെയുണ്ട്. അസ്ലിൽ അത് 2 ഹറക്കത്തുള്ള അക്ഷരങ്ങളാണെങ്കിലും എഴുതപ്പെടുന്നത് തന്നെ ഒറ്റ പദമായിട്ട്, ഒറ്റ ഹർഫായിക്കൊണ്ട് തന്നെ എഴുതപ്പെടുന്നു. ഖാല മാ മക്കന്നി എന്നതുപോലെ. അപ്പോൾ ഇതുപോലുള്ള പദങ്ങൾ വളരെ എണ്ണപ്പെട്ടവയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അസ്ല് മക്കനാനി എന്നായിരുന്നു. മക്കനാനി 2 ഹർഫിനും ഹറക്കത്താണെന്നർത്ഥം. അത് വിശദീകരിക്കേണ്ട സന്ദർഭമല്ല ഇപ്പോൾ, ചുരുക്കി പറയാം. വലഖദ് തറക്നാഹാ, ഇവിടെ ഇദ്ഗാം മുതജാനിസൈൻ സഗീർ എന്ന ഇദ്ഗാം നൽകിക്കൊണ്ട് കാമിലായ പൂർണ്ണമായ ഇദ്ഗാം ദാലിനെ തായിലേക്ക് ലയിപ്പിച്ച് ദാലിന്റെ ശബ്ദം അല്പം പോലും കേൾക്കാത്ത വിധത്തിൽ
ഷദ്ദ നൽകപ്പെട്ട മുഷദ്ദദതായ താ മാത്രമാണ് ഉച്ചരിക്കേണ്ടത്. ശേഷം റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. തറക്ന കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കുക, എന്നാൽ ഖൽഖല വരരുത്. തറക്ന മിൻഹ ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻഹ ഇതിന്റെ അന്ത്യത്തിലെ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ മിൻഹ ആയതൻ ബയ്യിന, ഇവിടെ ആയതൻ എന്നതിലെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശേഷം ബാ വന്നതുകൊണ്ട് അപ്പോൾ ഫലത്തിൽ ഇഖ്ഫ ഷഫവിയുടെ അവസ്ഥയാണ് അതിനുണ്ടാവുക. ഇഖ്ലാബ് ചെയ്യുമ്പോൾ അവ്യക്തമാക്കി മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്ന ഇഖ്ഫ ഷഫവിയാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആയതൻ ബയ്യിനതൻ ലിഖൗം, ബയ്യിനതൻ ലിഖൗം തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. അല്പം പോലും തൻവീനിന്റെ ശബ്ദം കേൾക്കുകയില്ല. ബയ്യിനതൻ ലിഖൗമി യഅഖിലൂൻ, ലിഖൗം ഖാഫിനെ പൂർണ്ണമായ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ലിഖൗമിൻ എന്നതിലെ തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം, ഇദ്ഗാം ബിഗുന്ന നാഖിസ്. അപ്പോൾ ലിഖൗമി യഅഖിലൂൻ, യഅഖിലൂൻ ഐന് വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. യഅഖിലൂൻ. വഇലാ മദിയന, വഇലാ മദിയന ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് അതിന്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. മദിയന അഖാഹും, അഖാഹും എന്ന് പറയുമ്പോൾ ഖാഇന് പൂർണ്ണമായ തഫ്ഖീമാണ്. ഏറ്റവും മേലെ നിൽക്കുന്ന തഫ്ഖീം നൽകപ്പെടുന്ന അവസ്ഥയാണ് ഫത്ഹയും പിന്നെ അതിന്റെ ദീർഘവും. ഇവിടെ അലിഫ് നൽകി ഖാഇനെ ദീർഘിപ്പിക്കുന്നു. അപ്പോൾ പൂർണ്ണമായ തഫ്ഖീം ആ അലിഫിൽ കൂടി തഫ്ഖീം നിലനിൽക്കുകയാണ്. അഖാഹും, അഖാഹും ശുഐബ സാക്കിനത്തായ മീം ഉണ്ട്, ശേഷം ഷീനും. ഇൽഹാർ ഷഫവി എന്നതാണ് നിയമം. വെളിവാക്കി മണിക്കാതെ മീമിനെ ഉച്ചരിക്കുക. അഖാഹും ശുഐബൻ ഫഖാല, ഫഖാല ശുഐബൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ശേഷം ഫാഇ ഇസ്തിഫാലിന്റെ ഹർഫ് വന്നതുകൊണ്ട് തൻവീനിൽ തർക്കീഖോടുകൂടിയുള്ള മണിക്കലാണ് നൽകേണ്ടത്. ശുഐബൻ ഫഖാല, ഖാല എന്നതിൽ ഖാഫിനും അതിന്റെ അലിഫിനും തഫ്ഖീം നൽകി ഉച്ചരിക്കുക, തടിപ്പിക്കുക. ഫഖാല യാ ഖൗമി, ഖാഫിന് വീണ്ടും തഫ്ഖീം നൽകുക. യാ ഖൗമി അഅ്ബുദുല്ലാഹ്, യാ ഖൗമി അഅ്ബുദുല്ലാഹ്. ഉഅ്ബുദു എന്നതിലെ ഐൻ മഖ്റജിൽ നിന്ന് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉഅ്ബുദുല്ലാഹ്, ഉഅ്ബുദു എന്നതിലെ വാവ് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി ഒഴിവാക്കി ഉഅ്ബുദു എന്ന വാവ് ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ യാ ഖൗമി അഅ്ബുദു എന്ന് വാവോടുകൂടി വഖഫ് ചെയ്യണം. ചേർത്തോതുമ്പോൾ യാ ഖൗമി അഅ്ബുദുല്ലാഹ വഅർജുൽ യൗം, ഉഅ്ബുദുല്ലാഹ എന്ന് ചേർത്തോതുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ആ ലാമിനെ ഉച്ചരിക്കണം. തൊട്ടു മുമ്പിൽ ഉച്ചാരണത്തിൽ ദമ്മ ഉള്ളതുകൊണ്ട് ഉഅ്ബുദുല്ലാഹ വഅർജുൽ യൗം, വഅർജു റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. റാഇന് സുക്കൂൻ, മുമ്പിൽ ഫത്ഹയും ഉണ്ട്. അൽ യൗമൽ ആഖിർ അവിടെയും അർജു എന്നതിലെ വാവ് ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി ഹദ്ഫ് ചെയ്യപ്പെടുകയാണ്. വഅർജുൽ യൗമൽ ആഖിറ
അൽ-യൗമൽ ആഖിറ. അവിടെ അൽ-യൗമൽ ആഖിറ എന്ന് തെറ്റായി പലരും ഓതിപ്പോകും. സൂക്ഷിക്കണം. ഹംസയെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം. ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. വറുജുൽ യൗമൽ ആഖിറ. ഖാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റ ഉള്ളതുകൊണ്ട് റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. വറുജുൽ യൗമൽ ആഖിറ വലാ തഅസൗ ഫിൽ അർദി. റാഇനും ദ്വാദിനും തഫ്ഖീമാണ്. ദ്വാദിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം. ഫിൽ അർദി മുഫ്സിദീൻ. മീമ് അല്ലേ ഷഫവിയാക്ഷരം, ശേഷം ഫാവും ഷഫവിയാക്ഷരം. പക്ഷെ ഫാവിന്റെ മഖ്റജാവട്ടെ താഴെ ചുണ്ടിന്റെ മധ്യഭാഗവും മേലെ പല്ലിന്റെ അറ്റവും. മുഫ്സിദീൻ. ഫാ വ്യക്തമാവാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഫകദ്ദബൂഹു വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാം ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ദാല് പലപ്പോഴും സായ് പോലൊക്കെ ഉച്ചരിക്കും ആളുകൾ തെറ്റായിട്ട്. ഫകദ്ദബൂഹു തെറ്റാണ്, അങ്ങനെ ഒരിക്കലും പറയരുത്. ഫകദ്ദബൂഹു നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം എന്നതാണ്. അറ്റത്തിന്റെ ഏശം മുകളിൽ മേലെ പല്ലുമായി ചേർത്തുകൊണ്ടാണ് ദാല് ഉച്ചരിക്കുക. ഈ ദാല് ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. റഖാവത്തിന്റെ അക്ഷരം. ഫകദ്ദബൂഹു ഫഅഖദത്ഹും. വീണ്ടും ദാല് വരുന്നു. അയവോടുകൂടി റഖാവത്തോടുകൂടി ഉച്ചരിക്കുക. ദാലിന്റെ നേർ വിപരീതം, അതിന്റെ പുള്ളി പോയാലുള്ള, അതായത് ദാലുണ്ടല്ലോ, ദാല് ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. എന്നാൽ ദാല് നേർ വിപരീതമായ റഖാവയുടെ അക്ഷരമാണ്. അപ്പോൾ ഫകദ്ദബൂഹു ഫഅഖദത്ഹും. തഫ്ഖീം ചെയ്യാൻ ശ്രദ്ധിക്കുക, തടിപ്പിച്ചുച്ചരിക്കണം. ഫഅഖദത്ഹുമുർ റജ്ഫ. സാക്കിനത്തായത് വരുന്നുണ്ട് ശേഷം. ഫഅഖദത്, ആ താ മഹ്മൂസാണ്, ഷദീദാണ്, സൂക്ഷിക്കുക. ഫഅഖദത്ഹുമുർ റജ്ഫത. ഫഅഖദത്ഹും അർ-റജ്ഫ. അവിടെയും ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടിയാണ് മീമിന് ضമ്മ കൊടുത്ത് തഹ്രീക്ക് ചെയ്തിരിക്കുന്നത്, ഹറക്കത്ത് കൊടുത്ത് ഉച്ചരിക്കുന്നത്. ഫഅഖദത്ഹുമുർ റജ്ഫത. അർ-റജ്ഫ റാ തഫ്ഖീമാണ്, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. ശദ്ദ ഉള്ളതുകൊണ്ട് മുശദ്ദദത്ത് ആയതുകൊണ്ട് തക്രീർ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അർ-റജ്ഫതു ഫഅസ്ബഹു. സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിന്റേതാണ്, തഫ്ഖീം ചെയ്യേണ്ടതൊന്നും തന്നെ ഇല്ല. അസ്ബഹു എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീമുണ്ട്, അത് സൂക്ഷിക്കണം. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ദാരിഹിം സാക്കിനത്തായ മീമുണ്ട്, ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുവാനും ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولقد تركنا منها آية بينة لقوم يعقلون. وإلى مدين أخاهم شعيبا فقال يا قوم اعبدوا الله وارجوا اليوم الآخر ولا تعثوا في الأرض مفسدين. فكذبوه فأخذتهم الرجفة فأصبحوا في دارهم جاثمين.